Dear students, welcome to Career Maker. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സുകളിൽ സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് മീൻസ് എ ഫിക്സഡ് എമൗണ്ട് അപ് ടു എ ഫിക്സഡ് ടൈം പീരീഡ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ട്. ഈ 1,00,000 രൂപ ഞാൻ അടുത്തൊരു വർഷത്തേക്ക് ഞാൻ വേറൊരു ആവശ്യത്തിനും യൂസ് ചെയ്യുന്നില്ല എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ഈ 1,00,000 രൂപ എൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കിട്ടിയാൽ എനിക്ക് 3.5 or 4% ആയിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ബട്ട് ഇൻ ദ കേസ് ഇഫ് ഐ ഡെപ്പോസിറ്റഡ് ദാറ്റ് മണി ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഐ മേ ഗെറ്റ് 7 or 8% ഇൻട്രസ്റ്റ്. മീൻസ് കൺസെപ്റ്റ് ഇതാണ്, ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഫിക്സഡ് ടൈം പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ്, ഇന്ത്യയിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് മിനിമം എത്ര നാളത്തേക്ക് തുടങ്ങാൻ പറ്റും എന്ന് വെച്ചാൽ മിനിമം 7 ഡേയ്സിലേക്ക് തുടങ്ങാൻ പറ്റും. ആൻഡ് ദ മാക്സിമം ഈസ് അപ് ടു 10 years. ഇപ്പം മിനിമം 7 ദിവസത്തേക്കും മാക്സിമം 10 വർഷത്തേക്കും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ചോദിച്ചിട്ട് കാണാറുണ്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം ബാലൻസ് എത്രയാണ്. അപ്പോൾ മിനിമം ബാലൻസ് 1,000 rupees ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം ബാലൻസ്. ആൻഡ് ഓൾസോ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മാക്സിമം ബാലൻസ് ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ് ആണ് എന്നൊരു കണ്ടീഷനാണ് അവിടെ ഓൾറെഡി എക്സാം പോയിന്റ് വെച്ചേക്കുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെ കുറിച്ച് നോർമലി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ 1,00,000 രൂപ ഒരാൾ ഒരു വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. സോ ബിഫോർ ദ മെച്യൂരിറ്റി ഈസ് ഇറ്റ് പോസിബിൾ ടു വിഡ്രോ ദാറ്റ് എമൗണ്ട്. അപ്പോൾ എനി ടൈം യു ക്യാൻ വിഡ്രോ ദ എമൗണ്ട്, ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം പീരീഡ് കുറയുന്നതനുസരിച്ച് അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റും എന്ത് ചെയ്യും, കുറയും. ഇപ്പം എനിക്ക് ഒരു വർഷത്തേക്ക് ചിലപ്പോൾ എനിക്ക് ബാങ്ക് ഒരു 8% ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ ഞാനൊരു 9 months ആയപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു, എനിക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അപ്പോൾ 9 months ആയപ്പോൾ എനിക്ക് ബാങ്ക് ഒരു 6% തന്നോളൂ. ബട്ട് കമ്പയറിംഗ് ടു ദാറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ഒരു 3.5% കിട്ടുള്ളായിരുന്നു. ബട്ട് കമ്പയറിംഗ് ടു ദാറ്റ് ഐ എം ഗെറ്റിംഗ് ദ 6% ഓഫ് ദ എമൗണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ എപ്പോഴും അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ കാറ്റഗറി നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഇവിടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പറഞ്ഞു മിനിമം 7 ഡേയ്സിലേക്കും മാക്സിമം 10 yearsലേക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആകുമ്പോൾ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കറിംഗ് ആയിട്ട് ഒരു സർട്ടൺ ടൈം ഇൻ്റർവെല്ലിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മന്ത്ലി ഞാനൊരു 675 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അപ് ടു 100 months. സോ 100 മാസം കഴിയുമ്പോൾ ബാങ്ക് എനിക്ക് 1,00,000 രൂപ തന്നു. അതായത് എൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് 67,500 rupees വരുന്നുള്ളൂ. അറൌണ്ട് 32,500 ആസ് ഇൻട്രസ്റ്റ്. ദീസ് കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആർ കോമൺലി നോൺ ആസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം 6 monthsലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദ മാക്സിമം ടൈം പീരീഡ് ഈസ് 10 years. അപ്പോൾ മിനിമം 6 മാസത്തേക്കും മാക്സിമം 10 വർഷത്തേക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യാം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതുപോലെ നമ്മളിവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പഠിച്ചൊരു കാര്യമാണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം ബാലൻസ് 1,000 rupees ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് മിനിമം 100 rupees per month മാക്സിമം 15 lakh per month ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിക്കറിംഗ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ റിക്കറിംഗ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെ നമ്മൾ കോമൺ ആയിട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ്സ് എന്ന് പറയപ്പെടാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സർട്ടൺ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രം എന്ത് കൊടുത്താൽ മതി, ബാങ്കിന് തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.